കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ജനുവരിയിലെ ആദ്യത്തെ ഇൻകമിംഗ് നടത്തുന്നു. അതൊരു വിദേശ താരമാണ്. ഡ്യൂസൻ ലെഗേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോണ്ടിനീഗ്രൻ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിക്കുന്നു. കുറച്ച് നേരങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ പല മീഡിയാസും ഇങ്ങനെ പല റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും അത് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്നു. 2026 മെയ് വരെ, അതായത് ഒരു 1.5 വർഷത്തെ ഒരു കോൺട്രാക്റ്റിലാണ്, ഒരു ട്രാൻസ്ഫർ ഫീ ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു താരത്തെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുന്നത് എന്നുള്ള. ഈ ഒരു താരത്തിന്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന നിലയ്ക്കൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ഫർ മാർക്കറ്റിലൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇതൊരു സെൻറ്റർ ബാക്ക് ആണ് എന്നുള്ളതൊക്കെ തോന്നാം. പക്ഷേ ഇദ്ദേഹം കുറച്ചും കൂടി കൂടുതൽ മത്സരങ്ങൾ തൻ്റെ കരിയറിൽ കളിച്ചിട്ടുള്ളത് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്. ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആൻഡ് സെൻറ്റർ ബാക്ക് അങ്ങനത്തെ റോൾസിൽ കളിക്കുന്ന ഒരു പ്ലെയർ ആണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ സീസണിൽ തന്നെയൊക്കെ നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം നമ്പർ ഓഫ് കൂടുതൽ മാച്ചസ് കളിച്ചിട്ടുള്ളത് ആ ഒരു DM പൊസിഷനിലായിരുന്നു എന്നുള്ളത് കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ ഏതാണ്ട് 300ഓളം മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. അതിലേതാണ്ട് 55-60% മത്സരങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് തന്നെയാണ് കളിച്ചിട്ടുള്ളത്. മോണ്ടിനിഗ്രയ്ക്ക് വേണ്ടി അദ്ദേഹം അന്താരാഷ്ട്ര മത്സരങ്ങളും കളിച്ചിട്ടുണ്ട്. 9 അന്താരാഷ്ട്ര മത്സരങ്ങളാണ് അദ്ദേഹം അവിടെ കളിച്ചിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഡെബ്രേക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹംഗേറിയൻ ടോപ്പ് ടയർ ക്ലബ്ബിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. സോ അദ്ദേഹം കുറച്ച് നാളുകളായിട്ട് അവിടെ കളിച്ചു വരികയായിരുന്നു. ഇപ്പോൾ ഈ സീസൺ നോക്കിക്കഴിഞ്ഞാൽ ആ ടീമിൻ്റെ ഒരു ഫസ്റ്റ് 11 പ്ലെയർ എന്ന നിലയ്ക്ക് തന്നെ കളിച്ചു വന്നിരുന്ന താരമാണ്. സോ ഏതാണ്ട് 16 മാച്ചസിൽ ലീഗ് സ്റ്റേജിൽ 12 മാച്ച് അദ്ദേഹം അവിടെ പറഞ്ഞ പോലെ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് തന്നെയാണ് കളിച്ചത്. എന്നാൽ അതിന് മുമ്പത്തെ സീസൺ ഞാൻ ഒന്ന് ജസ്റ്റ് നോക്കിയ സമയത്ത് ഏതാണ്ട് 33 മത്സരങ്ങൾ കളിച്ചതിൽ 24 മത്സരങ്ങൾ സെൻറ്റർ ബാക്ക് ആയിട്ടാണ് കളിച്ചത്. ബാക്കി മത്സരങ്ങൾ മാത്രമാണ് അദ്ദേഹം ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിൽ കളിച്ചിട്ടുള്ളത്. അപ്പം ആ ഒരു ക്ലബ്ബ് തന്നെ അദ്ദേഹത്തെ ഒരു ഡിഫറൻറ്റ് റോൾസിൽ കളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തൻ്റെ സ്വന്തം രാജ്യമായിട്ടുള്ള മോണ്ടിനീഗ്രോയിൽ തന്നെയാണ് അദ്ദേഹം കൂടുതൽ മത്സരങ്ങളും കളിച്ചിട്ടുള്ളത്. പിന്നീട് ഈ പറഞ്ഞ ഹംഗേറിയൻ ലീഗിൽ തൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ളതും ഈ പറഞ്ഞ ഹംഗേറിയൻ ക്ലബ്ബായിട്ടുള്ള ഡെബ്രേക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലബ്ബിലാണ്. 80-ന് മുകളിൽ മത്സരങ്ങൾ അവിടെ കളിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം നോക്കുമ്പോൾ പോളിഷ് ലീഗിൽ കളിച്ചിട്ടുണ്ട്, സെർബിയൻ ലീഗിൽ കളിച്ചിട്ടുണ്ട്, റഷ്യൻ സെക്കൻഡ് ടയറിൽ കളിച്ചിട്ടുള്ള ആരൊക്കെ കാണാൻ സാധിക്കും. സോ ഇദ്ദേഹത്തിൻ്റെ അങ്ങനെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഒന്നും നിലവിൽ നോക്കിയില്ല. നമ്മൾ പറഞ്ഞില്ല, ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന നിലയിലാണ് നോക്കിയത്. അപ്പം കുറച്ച് വീഡിയോസൊക്കെ നോക്കിയ സമയത്ത് അത്യാവശ്യം സ്പീഡി ആൻഡ് അഗ്രസീവ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ ഒരു ഡിസ്ട്രക്റ്റഡ് റോളിലൊക്കെ പറ്റുന്നൊരു പ്ലെയർ എന്ന നിലയിൽ, കാരണം നമ്മളിപ്പോൾ മിലോസിൻ്റെ കാര്യം വന്ന സമയത്തും അല്ലെങ്കിൽ കൊയ്ഫിൻ്റെ കാര്യത്തിലും സ്പീഡൊക്കെ എത്രത്തോളം ഉണ്ട്, അഗ്രഷൻ്റെ കാര്യത്തിലൊക്കെ ഒരു കാര്യം അന്നേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇനിഷ്യലി ചില വീഡിയോസൊക്കെ കണ്ടപ്പം അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇനി ഇവിടെ വന്ന് കളിക്കുമ്പോൾ അതെങ്ങനെ വരും എന്നുള്ളത് നോക്കാം. സോ ഒരു അഗ്രസീവ് ടൈപ്പ് പ്ലെയർ ആയതുകൊണ്ടാണോ ഇപ്പം ഒരു ഡേർട്ടി വർക്ക് അങ്ങനത്തെ ഒരു ലെവലിൽ കളിക്കുന്ന ഒരു പ്ലെയർ ആയിട്ട് വരുന്നത് കൊണ്ടാണോ എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് നല്ല രീതിയിൽ യെല്ലോ കാർഡ് മേടിക്കുന്ന ഒരു പ്ലെയറാണ്. ഇപ്പം ഏറ്റവും ഒടുവിൽ കളിച്ചിട്ടുള്ള ക്ലബ്ബിൽ തന്നെ 16 മത്സരങ്ങളിൽ നിന്ന് 8 യെല്ലോ കാർഡ്സ് അദ്ദേഹം വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ കരിയറിലുടനീളം നമുക്ക് നോക്കുന്ന സമയത്ത് ഏതാണ്ട് 3-ൽ 1 മത്സരത്തിൽ 3 മത്സരം കൂടുമ്പോൾ 1 മത്സരത്തിലെങ്കിലും അദ്ദേഹം യെല്ലോ കാർഡ് വാങ്ങിച്ചു എന്നുള്ളൊരു കണക്കൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഇപ്പം റെഡ് കാർഡ്, ഇപ്പം ഏറ്റവും ഒടുവിൽ നടന്ന മത്സരത്തിൽ അദ്ദേഹത്തിന് റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായത്. പക്ഷേ കരിയറിലുടനീളം ഏതാണ്ട് 5 റെഡ് കാർഡ്സോ മറ്റോ കിട്ടിയിട്ടുള്ളൂ. കഴിഞ്ഞ 5 വർഷത്തിൽ നോക്കി കഴിഞ്ഞാൽ ആണ് ഒരു 3 റെഡ് കാർഡ്സൊക്കെ കിട്ടിയിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഒരു സംഭവം കൂടി ഇതിനകത്തുണ്ട്. നമ്മുടെ ഇന്ത്യൻ റെഫറീസ് ആണ്, ഒന്നും പറയാൻ പറ്റില്ല. അവരിപ്പം റെഡ് കാർഡ്സ് കൊടുത്ത് ഇങ്ങനെ ഏറ്റവും കൂടുതൽ റെഡ് കാർഡ് കൊടുക്കുന്നതൊക്കെ എന്തോ ഒരു കോമ്പറ്റീഷൻ ഉള്ള നിലയ്ക്കാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ പുള്ളിയുടെ കാര്യം എന്താവും എന്നുള്ളതൊന്നും അറിയില്ല. സോ പിന്നെ എനിക്ക് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ജനുവരിയിൽ ട്രാൻസ്ഫർ ഫീ കൊടുത്ത് ഒരു ലോങ് കോൺട്രാക്റ്റിലൊരു വിദേശിയെ കൊണ്ടുവരുന്നത് ആദ്യമാണ്. ഇതിനു മുമ്പ് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ലോൺ മൂവിൽ കൊണ്ടുവന്നുണ്ട്. 2017-18 സീസണിൽ മാർസിഫിനിയോസിനെ വിട്ടിട്ട് ഗുഡിയൻ ബാലുൻസിനെ കൊണ്ടുവന്നിരുന്നു. അന്നൊരു ലോൺ മൂവിൽ വന്ന് അദ്ദേഹം ആ കുറഞ്ഞ കാലയളവ് കളിച്ച് പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. എന്താണെങ്കിലും ഈ ഒരു തരത്തിലുള്ള പറഞ്ഞ പോലെ ഒരു നമുക്ക് വിദേശ സൈനിങ്സിൽ പോരായ്മകളുണ്ട്, എന്താണ് പ്രശ്നം, ഇത് മനസ്സിലാക്കിയിട്ട് മാനേജ്മെൻറ്റും അഗ്രസീവായിട്ട് തരത്തിൽ വർക്ക് ചെയ്യണം, അതുപോലത്തെ സൈനിങ്സ് എത്തണം എന്നുള്ളതാണ് നമ്മുടെ ഫാൻസ് അടിസ്ഥാനപരമായിട്ടും പ്രതിഷേധം നടത്തിയത്. അപ്പം ഇത് അതിൻ്റെ ഒരു ബാക്കി പത്രം എന്ന നിലയ്ക്ക് നമുക്ക് കാണാം. അങ്ങനെ സൈനിങ് നടത്തി കാര്യങ്ങളിലേക്കൊക്കെ എത്തി എന്നുള്ളത് നമ്മൾ പറഞ്ഞ പോലെ മുമ്പ് ഒരിക്കലും നമ്മൾ ജനുവരിയിൽ അത് ചെയ്യാത്തൊരു കാര്യമാണ് എന്നുള്ളതാണ്. ഇനിയും നമുക്ക് എൻ്റെ ഒരു ഒപ്പീനിയനിൽ അത്യാവശ്യമായിട്ടൊരു ഗോൾ കീപ്പറെങ്കിലും എത്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഈ സീസണെങ്കിലും തട്ടിമുട്ടിയും പോകാം. പിന്നീട് സമ്മറൊക്കെ പ്രീ കോൺട്രാക്ട് പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിൽ ആ ഒരു പൊസിഷൻ ഇപ്പം അടുത്ത ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കേണ്ടത് ഗോൾ കീപ്പിംഗ് പൊസിഷനിലാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ ഇദ്ദേഹം മോണ്ടിനീഗ്രോക്കാരനാണ്, മിലോസും മോണ്ടിനീഗ്രോ ആണ്. അപ്പം ആരായിരിക്കും പോവുക എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഇപ്പം അത് ക്ലബിൻ്റെ സൈഡിൽ നിന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നവർ ഒഫീഷ്യലി ഒന്നും വന്നിട്ടില്ല. സോ കൊയ്ഫ് ആയിരിക്കും എന്നുള്ള ചില റിപ്പോർട്ട്സ് കാര്യങ്ങളുണ്ട്. അത് നേരത്തെയും വന്നതാണ്.
സോ പ്രത്യേകിച്ച് അദ്ദേഹത്തിന് എനിക്കൊന്ന് ലോങ് ടേം കോൺട്രാക്റ്റ് അല്ല, പക്ഷേ മിലോസിന് ലോങ് ടേം കോൺട്രാക്റ്റാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ അവിടെ നിൽക്കുന്ന സ്ഥിതിക്ക് എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം. ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടാണ്, ഒരു സെൻട്രൽ ബാക്ക് ആയിട്ടൊക്കെ തന്നെയാണ് യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടറിയണം. കേരള ബ്ലാസ്റ്റേഴ്സ് അനൗൺസ് ചെയ്ത സമയത്ത് ഒരു മിഡ്ഫീൽഡർ പ്ലെയർ എന്ന ലെവലിൽ തന്നെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. സോ ആ ഒരു DM റോളിൽ കളിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഫോറിൻ സ്ലോട്ട്സ് ഒക്കെ എങ്ങനെ ആയിരിക്കും വരിക എന്നുള്ളത്. കാരണം ഒരു CB, ഒരു DM, പിന്നെ ഈ അറ്റാക്കേഴ്സ് ഉണ്ട്, യെസൂസ്, നോവ ലൂണ, ഇതിലാരും ഒഴിവാക്കും, അതോ ഇന്ത്യൻ ഡിഫൻസിലേക്ക് നമ്മൾ പോകുമോ, അതോ ഇദ്ദേഹത്തെ ഒരു CB ആയിട്ട് കളിപ്പിക്കും, ഇതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? ആരാണ്, ഏത് വിദേശ താരമാണ് ഒഴിവാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ കമ്പോസ് ചെയ്യാൻ പറ്റുക. സനിയ.